Hey hello guys, welcome back to our channel. So ഇന്ന് നമ്മൾ നോക്കുന്നത് കൈജു നമ്പർ 8 എന്ന് പറയുന്ന ജാപ്പനീസ് അനിമി ടിവി സീരീസിന്റെ സീസൺ 1ലെ 11ാമത്തെ എപ്പിസോഡാണ്. സോ ഇനി ഒരേ എപ്പിസോഡ് കൂടിയേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ് ഈ സീസൺ അവസാനിച്ചു. അടുത്തത് നമ്മൾ ഏത് അനിമയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴൊന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. കൈജു നമ്പർ 8. ഇത്രയും കാലം ഡിഫൻസ് ഫോഴ്സിൽ ഒരു കൈജു ഉണ്ടായിരുന്നെന്ന് എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതും ഒരു ഡൈ കൈജു ക്ലാസ്. പെട്ടെന്ന് തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് ഡിഫൻസ് ഫോഴ്സിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ പറയുന്നു. കൈജു നമ്പർ 9 കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചതുപോലെ ഇതും നമുക്ക് മറച്ചു വെക്കാം. ആൾറെഡി ഒരു രാജ്യം കൈജൂസിന്റെ പവേഴ്സ് എല്ലാം എടുത്ത് മനുഷ്യർക്ക് കൊടുക്കുന്നുണ്ടെന്ന് പുറത്ത് പറയപ്പെടുന്നുണ്ട്. ഇത് സ്ഥിതി വളരെയധികം മോശമാക്കും എന്നൊരാൾ പറയുന്നു. സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ ഈ കൈജുവിനെ ഇല്ലാതാക്കി അത് ഉപയോഗിച്ച് വെപ്പൺസ് ഉണ്ടാക്കാം. എന്തുകൊണ്ട് നമുക്കതിനെ ജീവനോടെ വെച്ചൊരു വെപ്പണാക്കി മാറ്റിക്കൂടാ? ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം അതിനെ ഉള്ളിലോട്ട് കൊണ്ടുവരണം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. 3rd ഡിവിഷനെ ഞാൻ ഉത്തരവിടുന്നു, ആ കൈജുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഹാജരാക്കണം എന്ന് ഡിഫൻസ് ഫോഴ്സ് ഡയറക്ടർ ജനറൽ ഇസാഹോ ഷിനോമിയ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ജയിലിൽ അടച്ചു വെച്ചിരിക്കുന്ന കാഫ്കേനെയാണ്. കഴിഞ്ഞ ഒരു ദിവസമായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു. ഇനി എന്താ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിടിക്കപ്പെടുന്ന കൈജൂസ് വളരെയധികം പവർഫുൾ ആണെങ്കിൽ അതിന്റെ ശരീരം വെച്ച് ഡിഫൻസ് ഫോഴ്സ് വളരെ പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസ് ഉണ്ടാക്കും. നിങ്ങൾക്കും അതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് കിഗർ പറഞ്ഞത് അവൻ ആലോചിക്കുന്നു. ഇതേ സമയമാണ് മീന അങ്ങോട്ട് വരുന്നത്. വൈസ് ക്യാപ്റ്റൻ, മിണ്ടരുത്, എഴുന്നേറ്റ് നിൽക്ക് എന്ന് വൈസ് ക്യാപ്റ്റൻ അവനോട് പറയുന്നു. അങ്ങനെ അവർ അവനെ HQയിലോട്ട് കൊണ്ടുപോകുന്നു. ഇവരുടെ അടുത്തുനിന്നും ശരിക്കും ഞാൻ വലിയൊരു കാര്യ മറച്ചു വെച്ച് എന്ന് കാഫ്കയും ചിന്തിക്കുന്നു. അങ്ങനെ അവിടുത്തെ ആ ഗേറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്താണ് ഇവരെയും വെയിറ്റ് ചെയ്ത് 3rd ഡിവിഷനിലെ എല്ലാ ഓഫീസേഴ്സും അവിടെ നിൽക്കുന്നുണ്ട്. അവരെ ഒരാളെ പോലും ഒന്ന് തിരിഞ്ഞു നോക്കാതെ കാഫ്ക നേരെ നടന്നു പോകുന്നു. അങ്ങനെ കാഫ്ക റെനോയെയും പാസ് ചെയ്ത് പോകുന്നു. എന്നെ കൊണ്ട് അവന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അവൻ ഒരുപാടധികം ദേഷ്യത്തിലായിരിക്കും. എന്നോട് ക്ഷമിക്കും എന്ന് പറഞ്ഞ് അവൻ ആ വാനിലോട്ട് കയറുന്ന സമയത്താണ് സീനിയർ എന്നൊരു ശബ്ദം കേൾക്കുന്നത്. നോക്കുന്ന സമയത്ത് അത് റെനോ ആയിരുന്നു. നിങ്ങൾ തിരിച്ചു വരുമെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. റെനോ അനുവാദമില്ലാതെ സംസാരിച്ചതിന് റെനോ 50 പുഷപ്സ് എടുക്കേണ്ടി വരും. മീന, ഇവിടെ യാതൊരുവിധ ക്യാമറയോ ഇല്ല. മറിച്ചൊന്ന് ചിന്തിക്കാതെ നീ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഒരു കൈജായി മാറിയപ്പോ അത് കണ്ട് ഷോക്കായി. പക്ഷേ കാഫ്ക ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള എല്ലാ ഫുട്ടേജസും ഞങ്ങൾ ഹാജരാക്കുന്നുണ്ട്. നീ ഒരു മനുഷ്യനാണെന്ന് ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നീ ഒരു ഓഫീസറായിട്ട് ഇവിടെ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കാണിച്ചു കൊടുക്കും. 3rd ഡിവിഷനിലെ ഒരാൾ പോലും നിന്നെ ശത്രുവായിട്ട് കാണുന്നില്ല. അത് നീ ഓർമ്മിച്ചു വെച്ചോ. ശരി, സമയമായി. കാഫ്ക ഹിബിനോ ഡിഫൻസ് ഫോഴ്സ് ആർട്ടിക്കിൾ 13 പ്രകാരം ആര്യാക്കെ മാരിടൈം ബേസിലോട്ട് നിന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നു. മീന, ഇതിനുശേഷവും എനിക്കൊരു ചാൻസ് ഉണ്ടോ നിന്റെ കൂടെ ചേർന്ന് ജോലി ചെയ്യാൻ? നിനക്ക് വേണ്ടി കാത്തിരിക്കും കാഫ്ക. ഇത് കേട്ട് കാഫ്ക ഒരുപാടധികം സങ്കടപ്പെടുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അവിടെ നിന്നും പോകുന്ന കാഫ്കയ്ക്ക് സല്യൂട്ട് കൊടുക്കുന്ന 3rd ഡിവിഷനെയാണ്. വൈസ് ക്യാപ്റ്റൻ ഹോഷിന, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ? ക്യാപ്റ്റൻ മീനയോടുള്ള മര്യാദ കാണിക്കാനാ ഈ സല്യൂട്ട് എന്ന് വൈസ് ക്യാപ്റ്റനും പറയുന്നു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം ഒരിക്കലും നമ്മൾ ഒരു കൈജുവിന് സല്യൂട്ട് കൊടുക്കാൻ പാടില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ആ ബേസിലോട്ട് കൊണ്ടുവന്ന കാഫ്കയെ അവിടെ ലോക്ക് ചെയ്ത് വെക്കുന്നതാണ്. എന്നാൽ ഇതേ സമയം മറ്റൊരു ഭാഗത്ത് റീനോയും ഫുറുഹാഷിയും മറ്റുള്ള എല്ലാവരും വളരെയധികം സാഡ് ആയിട്ടിരിക്കുവാണ്. ഒരു മനുഷ്യൻ ഒരു കൈജുവായി മാറുന്നത് ഒരു സാധാരണ വിഷയമല്ല. ഈ കാര്യമെങ്ങാനും പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ലോകം മൊത്തം വളരെയധികം പ്രശ്നമാവും. പിന്നീട് എല്ലാ മനുഷ്യരും തങ്ങളുടെ കൂടെയുള്ളത് ഒരു മനുഷ്യനാണോ അതോ ഒരു കൈജു ആണോ എന്ന് സംശയിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഹറുചി അവരോട് പറയുന്നു. മറ്റൊരു ഭാഗത്ത് മീന കാഫ്കയെ രക്ഷിക്കാനുള്ള എല്ലാ റിപ്പോർട്ട്സും തയ്യാറാക്കുന്നു. വൈസ് ക്യാപ്റ്റൻ, ഇനി കാഫ്കയെ അവരെന്താ ചെയ്യാ? അവൻ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരണം. അന്ന് അവൻ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോ അവന്റെ മുഴുവൻ പവറും അവൻ യൂസ് ചെയ്തില്ല. അവൻ ആരാന്ന് അവന്റെ വിചാരം? ഒരു ഫൈറ്റ് എന്താണെന്ന് അടുത്ത പ്രാവശ്യം ഞാൻ അവന് കാണിച്ചു കൊടുക്കും എന്ന് വൈസ് ക്യാപ്റ്റനും പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കിഗറുവിനെയാണ്. അവളിപ്പോ ഡയറക്ടർ ജനറലിന്റെ ഓഫീസിലോട്ട് വന്നിരിക്കുന്നു. ആക്ച്വലി അത് അവളുടെ അച്ഛനാണ്. ഡയറക്ടർ ജനറൽ ഷിനോമിയ, കാഫ്ക ഹിബിനോയെ കൊല്ലാണ്ട എന്ന് പറയാൻ വേണ്ടിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. കാരണം അവനാ ഒരു പ്രാവശ്യം എന്റെ ജീവൻ രക്ഷിച്ച്. അതുകൊണ്ട് ദയവ് ചെയ്ത് അവന് മണ്ടത്തരം പറയരുത്. എന്റെ മുൻപിൽ വന്ന് നിന്റെ തോൽവിയെ പറ്റി പറയാൻ നിനക്ക് ഇത്രയും ധൈര്യമോ? അത് പിന്നെ ഞാൻ ഇത് നോക്ക്, ഇതവന്റെ ജസ്റ്റ് എക്സ്റേ റിപ്പോർട്ടാണ്. ആ ലെഫ്റ്റ് സൈഡിലുള്ളത് എന്താണെന്ന് നോക്ക്. കാണാൻ ഹൃദയം പോലെ ഉണ്ടാവും, എന്നാ അത് കോറാണ്. ഇല്ല, തീർച്ചയായിട്ടും അവനൊരു മനുഷ്യനല്ല, അവനൊരു കൈജുവാ. നിന്റെ അമ്മയെ കൊന്ന കൈജുവിനെ പോലെ ഇവനും ഒരു കൈജുവാ. ഇത് കേട്ട് എന്ത് പറയണമെന്നറിയാതെ കീഗർ അവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുന്നു. അച്ഛാ, കാഫ്കയെ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുവാണ് കീഗറു. പിന്നീട് നമ്മൾ കാണുന്നത് കാഫ്കേനെയാണ്. അവന്റെ അടുത്തോട്ട് വീണ്ടും സയന്റിസ്റ്റുമാർ വരുന്നു. അവൻ അവരോട് കുറെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരൊന്നും തന്നെ റിയാക്ട് ചെയ്യുന്നില്ല.
എല്ലാവരോടും ഇനിയും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയാനുണ്ട്. തോൽവി അത്ര പെട്ടെന്നൊന്നും സമ്മതിച്ചു കൊടുക്കരുത്. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് തിരിച്ചു പോയേ പറ്റൂ. അവിടെ കട്ടിത നമ്മൾ കാണുന്നത് ക്യാപ്റ്റന്റെ ഓഫീസാണ്. എന്ത്, ഞങ്ങളെ വേറെ ഡിവിഷനിലോട്ട് മാറ്റാൻ പോവാണെന്നോ? അതെ, നിങ്ങളെ തൽക്കാലത്തിന് വേണ്ടി മാത്രമാണ് മാറ്റുന്നത്. അവസാനം നടന്ന ഫൈറ്റിൽ ടാച്ചിക്കാവയുടെ 75% ബേസും തകർന്നു പോയി. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് വരുന്നവരെ ട്രെയിനിങ് ചെയ്യാൻ ഈ സ്ഥലം ഇനി പറ്റില്ല. പോരാത്തതിന് ഒരുപാട് ഡൈ കൈജൂസും വന്നു. കൈജു നമ്പർ 9 ഇപ്പോ കൈജു നമ്പർ 10. അപ്പൊ ഇനി ഒരുപാടെണ്ണം വരുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഒരുപാടെണ്ണം വരുമെന്നുള്ളതല്ല, എല്ലാം കൂടി ഒരുമിച്ച് വരുമെന്നുള്ളതാണ് പ്രശ്നം. സോ ഒരു വലിയൊരു അറ്റാക്കിന് നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കണം. അതിന് നിങ്ങളാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. ഇത് കേട്ട് അവർക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. എല്ലാ ഡിവിഷനിലും പുതുതായിട്ട് വന്നവരിൽ നിന്ന് കഴിവുള്ളവരെ തെരഞ്ഞെടുത്ത് ഒരു ടീമാക്കി മാറ്റണം. ഓ, അപ്പൊ നമ്മളൊക്കെ കഴിവുള്ളവരാണല്ലേ എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ് ഫുറുഹാഷി. ഇതെല്ലാം ആ കൈജു നമ്പർ 8 കാരണമാണോ എന്ന് ആറുവച്ച് ചോദിക്കുന്നു. നിന്റെ ചോദ്യം മനസ്സിലായില്ല. അവര് ആരൊക്കെ കാഫ്ക ഹിബിനോട് കൂടെ ക്ലോസ് ആയിട്ടിരുന്നോ അവരെല്ലാം തന്നെ പിരിക്കാൻ വേണ്ടി നോക്കുവാണോ? എന്നാ ഇത് കേട്ട് ടെൻഷൻ ആവുകയാണ് ഫുറുഹാഷി. ക്യാപ്റ്റൻ മീന, ഇതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഹേയ് നിൽക്ക്, നിങ്ങളുടെ കൂടെയുള്ള ഒരാളെ പറ്റി ടെൻഷൻ ആവുന്നതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. എന്നാ കാഫ്കയ്ക്കും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇതവർ എപ്പോഴോ തീരുമാനിച്ചതാണ്. ഓ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ വേറെ ഡിവിഷനിലോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നീ പറഞ്ഞത് ശരിയാ. 3rd ഡിവിഷൻ എന്റെ ജീവനാ. അത് വിട്ടിട്ട് ഞാൻ എങ്ങനെ പോവാനാ? ഞാൻ പോകാം. നീ എന്തേ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ? ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്ക്. വെറുതെ ദേഷ്യത്തിൽ വല്ലതും വിളിച്ച് പറയാതെ. ഞാൻ പോകാം എന്ന് പറയാണ് റെനോ. പിന്നീട് ആ ബിൽഡിങ്ങിന്റെ റൂഫിലിരുന്ന് തന്റെ അച്ഛന്റെ നമ്പർ എടുത്തോണ്ട് നോക്കുവാണ് ഹാറുവിച്ചി. അപ്പോഴാണ് ഫോണിൽ ആരോടോ സംസാരിച്ച് കാഗുറാഗി അങ്ങോട്ട് വരുന്നത്. അതെ, അതുകൊണ്ടാ പറയുന്നേ, ഇത് ഡിഫൻസ് ഫോഴ്സ് ഇൻക്ലൂഡ് ആവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പുറത്ത് ആരോടും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഒരാളെ രക്ഷിക്കേണ്ടതുണ്ട്. അതെ, ഞാനിങ്ങനെ പറയുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ലല്ലേ? ശരി, ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് അവൻ ഫോൺ വെക്കുന്നു. അപ്പോഴാണ് അവൻ ആരോഹിച്ച് അവിടെ ഇരിക്കുന്നത് കാണുന്നത്. എന്നോട് ക്ഷമിക്ക്, നീ സംസാരിക്കുമ്പോ ഇടയിൽ കയറണ്ട എന്ന് വിചാരിച്ചു. ഏയ്, ശ്രദ്ധിക്കാതെ ഇതുവഴി നടന്നു വന്നത് ഞാനാ. ഇതിൽ നിന്റെ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ അവൻ അവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുന്നു. ഒരു മിനിറ്റ്. JSDF-ല് എന്റെ പഴയ കമാൻഡറിനോടാണ് ഞാൻ സംസാരിച്ചേ. കാഫ്ക ഹിബിനോയെ രക്ഷിക്കാൻ പറ്റിയ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്നെ സഹായിക്കണമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ഓ, അവരെ രക്ഷിക്കാൻ നീ ഇത്രയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ആരെയും ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മളെപ്പോലെ തന്നെ കാഫ്കയും 3rd ഡിവിഷനിലെ ഒരു ഓഫീസറാണ് എന്ന് കാഗുറാഗിയും പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കാഫ്കനെയാണ്. നീ മനുഷ്യനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാ നിന്നെ ഞങ്ങളെ കൊണ്ട് സഹായിക്കാൻ സാധിക്കും. മീന പറഞ്ഞത് ശരിയാ. ഞാൻ മനുഷ്യനാണെന്ന് തെളിയിച്ച് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് തിരിച്ചു പോവും എന്ന് കാഫ്ക ചിന്തിക്കുന്ന സമയത്താണ് അങ്ങോട്ട് കുറച്ച് പേർ വരുന്നത്. ഡയറക്ടർ ജനറൽ ഷിനോമിയ. കൈജുവിനെ കാണാൻ അവർ തന്നെ നേരിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതെ, അവര് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു തീരുമാനമാക്കിയിട്ടേ തിരിച്ചു പോവും. ഡയറക്ടർ, എന്നെ വിശ്വസിക്ക്, ഞാനൊരു കൈജു അല്ല എന്ന് വിളിച്ചു പറയാണ് കാഫ്ക. അവന്റെ വിലങ്ങുകളെല്ലാം അഴിക്കുക. ഏയ്, അത് ഡേഞ്ചറാ. അത് കൈജു നമ്പർ 8. അത് വളരെയധികം പവർഫുള്ളാ. ഓ, നീ ആരോടെ സംസാരിക്കുന്നതെന്ന് അറിയാമല്ലോ. അവനൊരു ഡൈക്കൈജു ക്ലാസ്സിലുള്ളതാണെങ്കിൽ ഒരു പുല്ല് പഠിക്കുന്ന ലാഘവത്തോടെ അത് പൊട്ടിച്ചു കളയാൻ സാധിക്കും. എന്നാ അവൻ വേണോന്ന് വെച്ചിട്ട് തന്നെയാ ഒരു ദിവസം മുഴുവനായിട്ടും അതിലിരുന്നേ. സോ പെട്ടെന്ന് തന്നെ കാഫ്കയുടെ വിലങ്ങുകളെല്ലാം അഴിക്കുന്നു. ഓ, നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. ഇങ്ങനോട് ചെന്ന് സംസാരിച്ചാലോ? ഡയറക്ടർ ജനറൽ ഷിനോമിയ, ഞാനൊരു കൈജു അല്ല, ഞാനൊരു മനുഷ്യനാ എന്നവൻ പറഞ്ഞു തീർന്നതും അവന് നേരെ ഷൂട്ട് ചെയ്യാണ് ഡയറക്ടർ. എന്തിനാ എന്നെ വെറുതെ ഷൂട്ട് ചെയ്യുന്നേ? പെട്ടെന്ന് തന്നെ ഡയറക്ടർ അവന്റെ വാറ്റിന് ഡോറ്റയിടി അങ്ങിടിക്കുന്നു. ഞാനൊരു കാര്യം പറയാം, നീ ശ്രദ്ധിച്ചു കേട്ടോ. ഈ ലോകത്ത് വെറും തൊലി കൊണ്ട് ഗണ്ണിന്റെ ബുള്ളറ്റ്സ് തടുക്കുന്നവനെ മനുഷ്യനെന്നല്ല സാധാരണ വിളിക്കാറ്. കൈജു നമ്പർ 8 എന്ന് പറഞ്ഞ് അവന്റെ ബ്ലഡ് സാമ്പിൾസ് എടുക്കുവാണ് ഡയറക്ടർ. ഞാൻ കൈജു നമ്പർ 8 ഒന്നുമല്ല, എന്റെ പേര് കാഫ്ക ഹിബിനോ. ഓ, അങ്ങനെയാണോ എന്ന് പറഞ്ഞൊരു സിഗ്നൽ കൊടുക്കുവാണ് ഡയറക്ടർ. സിഗ്നൽ കിട്ടി. FX1002-നെ അൺലോക്ക് ചെയ്. ആൾ ക്ലിയർ. ഡ്രൈവർ ആൻഡ് കൈജു നമ്പർ 2-ന്റെ സെൽ സിൻക്രണൈസേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. FX1002 ആക്ടിവേഷൻ കംപ്ലീറ്റഡ്. അങ്ങനെയാണെങ്കിൽ തുടങ്ങുമല്ലേ നമുക്ക്? കൈജു നമ്പർ 8-നെ കൊല്ലാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാണ് ഡയറക്ടർ. ഞാൻ മുഴുവനായിട്ടും ട്രാൻസ്ഫോം ആവില്ല, ഞാൻ മനുഷ്യനാണെന്ന് തെളിയിക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്ന കാഫ്കയുടെ അടുത്തോട്ട് പെട്ടെന്ന് ഒരു അടി വരുന്നു. സോ അതുകൊണ്ട് തെറിച്ചു പോകുന്ന കാഫ്കയുടെ ഒരു കൈ തന്നെ കാണാനില്ല. പെട്ടെന്ന് തന്നെ ഡയറക്ടർ വീണ്ടും കാഫ്കയെ അറ്റാക്ക് ചെയ്യുന്നു. കാഫ്ക എന്ന് വിളിക്കുകയാണ് കീഗുറു.
അവരെ സംബന്ധിച്ച് ഇതൊന്നും ഒന്നുമല്ല. ഈ ഡിഫൻസ് ഫോഴ്സിലിരിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളെ അങ്ങേരാണ്. ഇതേസമയം കാഫ്കയുടെ പകുതിയും ട്രാൻസ്ഫോം ആയി കഴിഞ്ഞിരിക്കുന്നു. കാണാൻ ഇപ്പോഴാ ഒരു കൈജുവിനെ പോലെയുള്ളത് എന്ന് പറഞ്ഞ് ഡയറക്ടർ വീണ്ടും അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ തിരിച്ചൊന്ന് അറ്റാക്ക് ചെയ്യാതെ കാഫ്ക അവിടെ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു അടി കൊണ്ടാ മതി എന്റെ കാര്യത്തിൽ തീരുമാനവും. ആ സ്യൂട്ട് ചൂടാവുന്നത് വരെ ഓടിക്കൊണ്ടിരിക്കട്ടെ കാഫ്ക, ഓടിക്കൊണ്ടിരിക്കേ എന്ന് അവനോട് തന്നെ പറയുന്നു. എന്നാൽ ഡയറക്ടർ ഓരോ പ്രാവശ്യം അവനെ ഇടിക്കുന്ന സമയത്തും അവന്റെ കൈയോ അല്ലെങ്കിൽ കാലോ പറഞ്ഞു പോകുന്നുണ്ട്. നീ ഒരു കൈജു ആണെന്ന് ഞാൻ കാണിച്ചുതരാം എന്ന് പറഞ്ഞ് ഡയറക്ടർ അവനെ ഒറ്റയിട്ടി അങ്ങ് ഇടിക്കുന്നു. സോ ആ റൂഫിൽ പോയി സ്ട്രിക്കറായി കിടക്കുന്ന കാഫ്കയ്ക്ക് എന്തോ വിചിത്രമായിട്ട് തോന്നുന്നു. എന്താ എന്റെ ബോഡി ഇങ്ങനെ റിയാക്ട് ആവുന്നേ? ആ ഡൈ കൈജുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. പക്ഷേ ഇവിടെ ഒരു കൈജു ഒന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവരാണ് ആ ഡൈ കൈജു എന്ന് പറഞ്ഞിട്ടാണോ ഇത് റിയാക്ട് ആവുന്നേ? സോ കാഫ്കയുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു കൈജു ആണെന്നുള്ള രീതിയിലാണ് അവന്റെ ബോഡി അവിടെ റിയാക്ട് ആവുന്നത്. കൈജു നമ്പർ 2. ഇതിനു മുൻപ് 1972 സപ്പൂറോയെ ഏകദേശം ഇല്ലാതാക്കിയ ഒരു സമയം. അന്ന് ഞങ്ങൾ നമ്പർ കൊടുത്ത രണ്ടാമത്തെ കൈജു. അതിനെ ഇല്ലാതാക്കുന്ന ഒരു മിനിറ്റ് മുൻപ് വരെ ആ സിറ്റിയെ മുഴുവനായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചു ആ കൈജു. സോ അങ്ങനെയുള്ളതിന്റെ ആ ബോഡി ഉപയോഗിച്ചിട്ടുണ്ടാക്കിയതാണ് ആ സ്യൂട്ട്. ഇത്ര കാലങ്ങൾ കഴിഞ്ഞിട്ടും ആ സ്യൂട്ട് നിന്റെ അച്ഛൻ ഇസാവോ ഷിനോമിയെ കൊണ്ട് മാത്രമേ കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഇതാണോ കിഗുറു എന്ന് പറഞ്ഞത്? കൈജു വെപ്പൺസിന്റെ അടയാളം കാണിക്കുന്ന നമ്പേഴ്സ്. ഇതേ സമയമാണ് ഡയറക്ടർ അവനെ ഒറ്റയിടി അങ്ങിടിക്കുന്നത്. കാഫ്ക ഇനി ഒരു അടി മേടിക്കലടാ, ഓടിക്കാ. അപ്പോഴാണ് അവനെ കൊണ്ട് ഓടാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം അവൻ മനസ്സിലാകുന്നത്. നോക്കുന്ന സമയത്ത് അവന്റെ 2 കാലുകളും അവിടെ കാണാനില്ല. പെട്ടെന്നാണ് വീണ്ടും അവനെ ഡയറക്ടർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാഫ്ക എന്ന് വിളിക്കുകയാണ് കിഗുറു. നോക്കുന്ന സമയത്ത് കാഫ്ക അത് തടഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം നീ മുഴുവനായിട്ടും ഒരു കൈജു ആയി മാറിക്കഴിഞ്ഞു. പെട്ടെന്ന് കാഫ്ക അവിടെ കടന്ന് അലറുന്നു. എന്തോ നടക്കുന്നുണ്ട് എന്ന് കിഗുറു പറയുന്ന സമയത്ത് നമ്മൾ കാഫ്കയെ കാണുന്നു. എന്താ ഇവിടെ നടക്കുന്നേ? എന്റെ ശരീരം എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഓ ഇല്ല, ഞാനൊരു മനുഷ്യനാണെന്ന് തെളിയിക്കുന്നതിന് പകരം മുഴുവനായിട്ട് ഒരു കൈജു ആണെന്നാണല്ലോ തെളിയിക്കുന്നത്. കൊന്നേക്ക് 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 കൈജു കൊന്നേക്ക് എന്ന് അവന്റെ ബോഡിയുടെ അകത്തോട് കയറിപ്പോയ ആ കൈജു അവനോട് പറയുന്നു. പെട്ടെന്ന് തന്നെ കൈജു നമ്പർ 8 വളരെ വേഗത്തിലോടി ഡയറക്ടർ ഷിനോമിയെ ഇപ്പൊ കൊല്ലടാന്നും പറഞ്ഞു പോകുന്നു. ഇല്ല ഇല്ല, നീ ഒരു മനുഷ്യനാ, നീ ഒരു മനുഷ്യനാ കാഫ്ക ഹിബിനോ. അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. കാഫ്കയുടെ ബോഡി ഇപ്പൊ അവന്റെ കൺട്രോളിൽ നിന്നും പോയിരിക്കുന്നു. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത ദിവസം വരാതെ വരയ്ക്കും. Bye-bye.